അതെ, ദിവസം അടുത്തുട്ടാ. അപ്പൊ തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, മോൾക്ക് ഡ്രസ് എടുത്തില്ലേ, ആഭരണം എടുത്തില്ലേ എന്നൊക്കെ. എന്റെ ജാനു, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യാണോ? കയ്യിലാണെങ്കിൽ എടുത്ത് നിവർത്തിക്കാനാണെങ്കിൽ ഒന്നുമില്ല. കാണാവുന്ന ആളുകളൊക്കെ കണ്ടു. പലരും എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അല്ല, ആ ലോണിന്റെ കാര്യം എന്തായി? എന്താവാൻ, നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞത് മിച്ചം. ധാരാളം ഭൂമി സമ്പത്തുള്ള ആൾക്കാർക്കൊക്കെ ലോണ് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ വല്ല രാഷ്ട്രീയക്കാരുടെ കൊടി പിടിച്ച് നടക്കുന്ന ആളായിരിക്കും. എന്നാ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ കിട്ടും. അല്ലാതെ നമ്മളെ പോലത്തെ പാവങ്ങൾക്കൊക്കെ ആരാ? ആ മീൻകാരനാ. വേണ്ട, നല്ല അയിലുണ്ട് ട്ടോ. വേണ്ട വേണ്ട, കുറച്ച് വാങ്ങില്ലേ? എന്തിനാ വെറുതെ? മോൾക്കാണെങ്കിൽ മീനിനോടൊന്നും ഒരു താല്പര്യം ഇല്ല. എന്തായാലും ഇന്ന് വേണ്ട. വേണ്ട. അയ്യോ, കുളിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർമ്മയില്ലാണ്ടിരിക്കുന്നു. എന്തായാലും എന്തോ. അല്ല, നിങ്ങളെങ്ങോട്ടാ? ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്. എവിടെയെങ്കിലും ഒക്കെ തലയിട്ട് വീണ എന്താ ചെയ്യാ? അല്ലാതെ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് എന്താ ജാനു? ദിവസം ഇവിടെ അടുക്കും തോറും മനസ്സിലൊരു ആളല്ല. ആരേനെ പോയി കാണണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല. എന്തായാലും ഇപ്പൊ ഇന്ന് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. തീരെ സുഖമില്ലാത്തല്ലേ? സുഖമില്ലാത്തത് ശരീരത്തിനേക്കാളും കൂടുതൽ മനസ്സിനാ ജാനു. അതിനിപ്പോ ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആ സുഭദ്രാമയുടെ മകൻ സുധാകരനില്ലേ, അവരിപ്പോ വലിയ നിലയിലാണെന്നാ കേട്ടത്. അവരുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് എന്തെങ്കിലും സഹായിക്കാതിരിക്കില്ലല്ലോ. എന്താ ജാനു നീ പറയുന്നത്? അവർക്കൊക്കെ ഇപ്പോ നമ്മളെ കാണുന്നത് തന്നെ പുച്ഛ. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നണ്ട. നമ്മൾ ഇതുവരെ അവരുടെ അടുത്തേക്ക് ഒരു ആവശ്യം വന്നിട്ട് ചെന്നിട്ടില്ലല്ലോ. മാത്രല്ല, നമ്മൾ അവരുടെ മോശം സമയത്ത് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിരിക്കുന്നു. നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. വെള്ളം. ആ, മോളെവിടെ? അവൾ ആ വായനശാലയ്ക്ക് ബുക്ക് കൊണ്ടുവെക്കാൻ അവർക്ക് പോയതാ. അവളേനെ ഈ വിഷമങ്ങളൊന്നും അറിയിക്കണ്ട. അവൾ സന്തോഷായിരിക്കട്ടെ. അതിനെങ്ങനെയാ? കാണുന്ന അയൽക്കാരും കൂട്ടുകാരൊക്കെ അവളോട് ചോദിക്കല്ലേ, തുണി എടുത്തോ, പണ്ടെടുത്തോ, ഏത് മോഡലിലെ നെക്ലേസ് ഒക്കെ എടുത്തിരിക്കുന്നത്, എത്ര പണ്ടെടുത്തിട്ടുണ്ട്, ഇതൊക്കെ ആൾക്കാർക്ക് അറിയണം. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ ജാനു? അതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. സുഭദ്രയുടെ മകനെ കണ്ട കാര്യല്ലേ? നോക്കാം. ഇനി അതായിട്ട് ബാക്കി വെക്കണ്ട. മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടിയില്ലേ? ഇതും നോക്കാം. ആരാ? ആ, ഗോപാലേട്ടനോ? കൊറേ കാലയിലെ ഗോപാലേട്ട കണ്ടിട്ട്. വരൂ, അകത്തേക്കിരിക്കൂ. ആ വേണ്ട, ഇവിടെ ഇരിക്കാന്നേ. ഇവിടെ ആകുമ്പോ കാറ്റൊക്കെ കൊണ്ടിട്ടിരിക്കാലോ. ആ, സുധാകരൻ ഇവിടെ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. എന്നാ ഗോപാലേട്ടൻ കൂടെ അകത്തേക്ക് വരൂ. ഏയ് വേണ്ട വേണ്ട, ഇവിടെ ഇരിക്കാന്നേ. ആ ശരി, ഞാൻ വിളിക്കാം.
ആ ഗോപാലേട്ടാ എന്താ ഇവിടെ ഇരുന്നത്? അവിടെ ആട്ടേക്ക് ഇരിക്കായിരുന്നില്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ എങ്ങനെ പോണു സുധാകര? പ്രായമൊക്കെ ആയി വരില്ലേ, അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകള്. അതിന് മാത്രം പ്രായമൊന്നും ഗോപാലേട്ടനായിട്ടില്ലല്ലോ. ഓരോരോ അസുഖങ്ങളും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണ. ആ ഗീതേ, ചായ എടുക്ക്. ഏയ് ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി. ചായയൊക്കെ നമുക്ക് ഇനി കുടിക്കാലോ. എന്താ വിളിച്ചേ? ആ ഗോപാലേട്ടന് ചായ വേണ്ട അത്രേ, ഗ്ലാസ് വെള്ളം കൊടുത്ത. അതെ സുധാകര, ഞാനിപ്പോ വന്നത് നിന്റെ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടാ. മോളുടെ കല്യാണം ശരിയായതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലോ അല്ലേ? ആ ഗീത എപ്പോഴും പറഞ്ഞിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം വിറ്റു പെറുക്കി മോളെ പഠിപ്പിച്ചു. പിന്നെ ആകെയുള്ളതാ കുടിയിരിപ്പാ. അതിന്റെ പ്രമാണാണെങ്കിൽ ബാങ്കിലും. പിന്നെ അറിയാലോ, ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അതിന് ഗോപാലേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഇനി കൈ നീട്ടാൻ വേറൊരാളില്ലാഞ്ഞിട്ടാ. ഞാനിപ്പോ ഈ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടേ, ഗോപാലേട്ടനറിയാലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഞാൻ ഈ കല്യാണം ഒന്നാണ്ട് കഴിഞ്ഞ ഇരിക്കണ വീട് വിറ്റിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാം. അതല്ല ഗോപാലേട്ടാ, കല്യാണം കഴിയുന്നവരെങ്കിലും ഇരിക്കണ വീടില്ല എന്ന് പറഞ്ഞ അതൊരു മോശല്ലേ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് ചുരുളാൻ ഒരു ഒറ്റമുറി വാടക വീടായാലും മതി. നീ അല്ലാതെ എന്നെ സഹായിക്കാൻ എനിക്കിനി വേറെ ആരുമില്ല സുധാര. ആ ഗോപാലേട്ടാ, ഞാൻ പോരാട്ടോ. എന്തൊക്കെ നിങ്ങള് തീരുമാനം? ഞാനിപ്പോ എന്ത് പറയാനാ? ഞങ്ങളൊക്കെ ആ ദാരിദ്ര്യകാലത്ത് ഈ ഗോപാലേട്ടനൊക്കെ ഞങ്ങളെ ആവും വിധം സഹായിച്ചിട്ടുള്ള. ഇനി എന്താ ഞാൻ ആ മനുഷ്യനോട് പറയാ? എന്ന് വെച്ചിട്ട് അന്ന് വല്ല ചില്ലറ കാശ് വഴിയോ തരണ പോലെയാണ് ഇത്. അതിപ്പോ ഒരു തുക കൊടുത്തുന്ന് വെക്കുക, അത് എന്ന് തിരിച്ചു കിട്ടാനാ? അതൊക്കെ ഞാൻ ചിന്തിച്ചു, പക്ഷെ എന്ത് പറഞ്ഞിട്ടൊന്ന് ഒഴിവാക്കുക. ആ വീട് വിക്കലൊക്കെ നടക്കുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ആര് വാങ്ങാനാ? പിന്നെ പ്രായമായ രണ്ടാളും ആരോട് ചോദിക്കും? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണം. എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കും. ഇങ്ങനെ നോക്കട്ടെ എന്ന് പറയാ, അല്ലെങ്കിൽ ആലോചിക്കാൻ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. ആ ശരി. ആ ഗോപാലേട്ടൻ ഗോപാലേട്ടൻ പോയോ? ആരപ്പത്? ഇവിടെ ഗോപാലേട്ടനാണുള്ളത്. ഇയാൾക്ക് എന്തേ വയ്യേ? എന്താ ഗോപാലേട്ടോ? ഗോപാലേട്ടാ, എന്താന്ന് പറ്റി? എന്താന്നു ഗോപാലേട്ടാ? എന്താ പറ്റി ഗോപാലേട്ടാ? ഒന്നുമില്ല, ഒന്ന് തല ചിറ്റണ പോലെ. ഒന്നാമത് ഇത്രയും വെയിലാണ്, നിങ്ങൾ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? എന്നാ കുറച്ചേരം വീട്ടിലിരിക്കാം, എന്നിട്ട് പോവാ. എന്നാ വരി, നോക്കി കേറിട്ടാ. എന്താ ഇവിടെ ഇരുന്നോളെ, ഇവിടെ ഇരുന്നോളെ. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഗ്ലാസ് വെള്ളം കിട്ടിയ
വെള്ളം കൊണ്ടുവന്നേരാ. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി. വെള്ളം എടുത്തിട്ട് പോരാട്ടോ. ജാനു ജാനു ഇവളിത് എവിടെ പോയി കിടക്കണാവോ? ആ അച്ഛൻ വന്നോ? അമ്മ ദാ താഴത്തേക്ക് പോയിരിക്കുക. എന്താ അച്ഛാ? അച്ഛൻ എന്തൊരു വയ്യേക പോലെ? എന്താ ചെയ്യണം? എന്താ പറ്റി? ഒന്നുമില്ല, അതെ ഈ വെയിലത്ത് നടന്നേനെ, വേറെ ഒന്നുമില്ല. അയ്യോ മോള് വിഷമിക്കാനൊന്നുമില്ല. അച്ഛൻ ഈ വെയിൽ കൊണ്ടിട്ടേ നടന്നേലൊരു അച്ഛൻ ഈ അലയുന്നതും വിഷമിക്കുന്നതൊക്കെ എന്റെ കല്യാണക്കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതല്ലേ ഇക്കിപ്പൊ കല്യാണം വേണ്ടെന്ന്. അതൊന്നുമില്ല മോളെ, മോള് വിഷമിക്കണ്ട. എന്നായാലും ഇതൊക്കെ വേണ്ടേ? അന്നെ അച്ഛന് പ്രായമായി വരികയല്ലേ. അയ്യോ അച്ഛാ, അച്ഛൻ മോളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ ഭംഗിയായിട്ട് തന്നെ നടത്തും. മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാ അച്ഛൻ ഭംഗിയായിട്ട് തന്നെ നടത്തും മോളെ. അച്ഛൻ 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 അച്ഛൻ